എല്ലാവർക്കും നമസ്കാരം. പച്ചവെള്ളം എഡ്യൂക്കേഷൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാത്തമാറ്റിക്സിന്റെ ക്ലാസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കോമ്പറ്റിറ്റീവ് എക്സാം മാത്സ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത്. നമ്മൾ കോമ്പറ്റിറ്റീവ് എക്സാം മാത്സിലെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ലെവല് എന്ന് പറയുന്നത് നിങ്ങൾ 10th ലെവലിനുള്ളിൽ നിന്നുകൊണ്ടുള്ള മാത്തമാറ്റിക്സ് നോളജിനകത്ത് നിന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകളാണ് നമുക്ക് എല്ലാ കോമ്പറ്റിറ്റീവ് എക്സാമുകൾക്കും വരിക. അത് ഏത് ലെവൽ എക്സാം ആണെങ്കിലും, ഇപ്പൊ CGL ആണെങ്കിലും ഡിഗ്രി ലെവൽ എക്സാം ആണെങ്കിൽ പോലും 10th ലെവൽ ഉള്ളിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. ഒരു 10th സ്റ്റുഡന്റ് 10th മാത്സ് നോളജ് അക്വയർ ചെയ്തിട്ടുണ്ടോ അതിനകത്ത് നിന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കോമ്പറ്റിറ്റീവ് എക്സാമുകൾക്ക് വരിക. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഉദ്ദേശം, നമ്മൾ ഓൾറെഡി 10th ക്ലാസ്സുകളിൽ പഠിച്ച നമ്മൾ സ്റ്റെപ്പ് എഴുതി മാർക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു രീതിയിൽ നിന്ന് മാറി ടൈം ബൗണ്ടഡ് എക്സാമുകളിൽ നമ്മൾ മാക്സിമം സ്റ്റെപ്പ് കുറച്ച് വേഗത്തിൽ ആൻസറിലേക്ക് എത്താനാണ് നോക്കുക. കാര്യം നമുക്ക് ടൈം വളരെ ലിമിറ്റഡ് ആണ്, നമ്മൾ വേഗം ആൻസറിലേക്ക് എത്തണം. അപ്പോ നമ്മൾ ട്രഡീഷണലി ചെയ്തു വന്ന രീതിയിൽ നിന്ന് ഒന്ന് മാറി ചിന്തിക്കേണ്ട ഒരു ചെറിയ പോയിന്റ് നിങ്ങളോട് കൺവേ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക്കിന്റെ പേര് ചെയിൻ റൂൾ എന്നാണ്. ചെയിൻ റൂൾ ചില ടെക്സ്റ്റ് ബുക്കുകളിൽ യൂണിറ്ററി മെത്തേഡ് എന്നും ഇതിന് പേര് എഴുതിയിട്ടുണ്ട്. യൂണിറ്ററി മെത്തേഡ് അല്ലെങ്കിൽ ചെയിൻ റൂൾ എന്നതാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പം ഈ ടോപ്പിക്കില് നമ്മൾ പല ചാപ്റ്ററുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പല ചാപ്റ്ററുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യുക. അത് ഒരു കോമൺ ലോജിക്കലി ഈ ക്വസ്റ്റ്യനുകളെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞു നോക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ചെയിൻ റൂളിൽ നമുക്ക് ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഒന്നും പറയാനില്ല. ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. ക്വസ്റ്റ്യൻസ് പല ചാപ്റ്ററുകളിൽ ഉള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള പൈപ്സ് ആൻഡ് സിസ്റ്റേൺസ് എന്നൊരു ചാപ്റ്റർ ഉണ്ട്. ടൈം ആൻഡ് വർക്കിന്റെ ഒരു സബ് ടോപ്പിക് ആണത്. ആ പൈപ്സ് ആൻഡ് സിസ്റ്റേൺസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. പൈപ്സ് ആൻഡ് സിസ്റ്റേൺസ്. ഓക്കെ, ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ പറയുന്നു, ഇഫ് 4 ടാപ്സ് can fill a tank in 10 hours working simultaneously, then in how many hours will 5 taps take to fill the same tank? ക്വസ്റ്റ്യൻ പറയുന്നത് 4 ടാപ്പുകൾ ഒരു ടാങ്കിനെ 10 മണിക്കൂറിൽ നിറയ്ക്കുന്നു. ഓക്കെ, 4 ടാപ്പുകളിൽ നിന്ന് ഒരു ടാങ്കിലേക്ക് വെള്ളം കയറുകയാണെങ്കിൽ ഈ ടാങ്ക് 10 മണിക്കൂറിൽ നിറയും. ഓക്കെ, സെക്കൻഡ് കണ്ടീഷനിൽ then in how many hours will 5 taps take to fill the same tank? അങ്ങനെയാണെങ്കിൽ 5 ടാപ്പുകൾ വർക്ക് ചെയ്താൽ ഇതേ ടാങ്ക് എത്ര സമയത്തിൽ നിറയും എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കേരള PSC ഒരു 2 ടേം മുന്നേ ചോദിക്കപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ഇത് നമ്മൾ പഠിച്ചു വന്ന രീതിയിൽ ചെയ്യുന്നതും നമ്മൾ ഈ ചെയിൻ റൂൾ ലോജിക്കിൽ ചെയ്യുന്നതുമായിട്ടുള്ള ഡിഫറൻസ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പം ചെയിൻ റൂൾ ക്വസ്റ്റ്യനുകൾ ചെയ്യുമ്പോൾ നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഇതിലെ ഡേറ്റാസിനെ സോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ഇവിടെ ടാപ്പുകളുടെ എണ്ണമാണ് ഒരു ഡേറ്റ. ആദ്യം 4 ടാപ്പുകൾ, നമ്പർ ഓഫ് ടാപ്സ് 4 ആണെങ്കിൽ അതിനെടുക്കുന്ന ടൈം 10 hours. ഓക്കെ, 4 ടാപ്പുകൾ ഉണ്ടെങ്കിൽ 10 hours ടാങ്ക് നിറയുന്നു. കംപ്ലീറ്റ് ചെയിൻ, ആ ചെയിൻ കംപ്ലീറ്റഡ് ആണ്. സെക്കൻഡ് കണ്ടീഷനിൽ then in how many hours will 5 taps, 5 ടാപ്പുകൾ ഈ ടാങ്കിനെ എത്ര അവേഴ്സിൽ നിറയ്ക്കും എന്നതാണ് ചോദ്യം. 4 ടാപ്പുകൾ 10 മണിക്കൂറിൽ നിറയുമെങ്കിൽ 5 ടാപ്പുകൾ എത്ര മണിക്കൂറിൽ നിറയ്ക്കും എന്നതാണ് ചോദ്യം. ഓക്കെ, ഡേറ്റാസിനെ എങ്ങനെ സോർട്ട് ചെയ്തു, കണ്ടുപിടിക്കേണ്ടടുത്ത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പ്ലേസ് ചെയ്തു. ഇനി നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുന്നു.
റൂള് അപ്ലൈ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, ക്ലിയർ ആയിട്ട് കേൾക്കുക. റൂൾ അപ്ലൈ ചെയ്യേണ്ടത് വാല്യൂ എബോ ക്വസ്റ്റ്യൻ മാർക്ക്, ക്വസ്റ്റ്യൻ മാർക്കിന്റെ നേരെ മുകളിൽ വന്ന നമ്പർ, ക്വസ്റ്റ്യൻ മാർക്കിന്റെ നേരെ മുകളിൽ വന്ന നമ്പർ 10 into. ഓക്കെ, പിന്നീട് നിങ്ങൾ ആലോചിക്കണം, ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ പ്ലേസിൽ അതിന് മുകളിലുള്ള ചെണ്ണിനേക്കാളും ഒരു വലിയ നമ്പർ ആണോ വരിക, ചെറിയ നമ്പർ ആണോ വരിക എന്ന് ചിന്തിക്കണം. ക്വസ്റ്റ്യൻ മാർക്കിന്റെ പ്ലേസിൽ മുകളിലുള്ള 10നേക്കാളും വലിയ നമ്പർ വരുമോ ചെറിയ നമ്പർ വരുമോ എന്ന് ചിന്തിക്കണം. അപ്പോ 4 ടാപ്പുകൾ ഈ ടാങ്കിലേക്ക് വെള്ളം നിറച്ചാൽ 10 മണിക്കൂറിൽ ഈ ടാങ്ക് നിറയും. സെക്കൻഡ് കണ്ടീഷൻ എന്താ? 1 more tap is working. ഒരു ടാപ്പ് കൂടി വർക്ക് ചെയ്യുന്നു, 5 ടാപ്പുകൾ വർക്ക് ചെയ്യുന്നു. അപ്പൊ കൂടുതൽ കൂടുതൽ വെള്ളം ഇതിലേക്ക് വരും. ഈ ടാങ്ക് 10 മണിക്കൂറിനേക്കാളും മുന്നേ നിറയും. അപ്പൊ ഇവിടെ വരാൻ പോകുന്ന നമ്പർ 10നേക്കാളും ഒരു സ്മോളർ നമ്പർ ആണ്. ശരിയല്ലേ? ഇവിടെ ഞാനൊരു സ്മോളർ നമ്പർ എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ സ്മോളർ നമ്പർ വരും എന്ന് നിങ്ങൾ കണ്ടുപിടിച്ചാൽ സ്മോളർ ഓഫ് ദം ഇൻ ന്യൂമറേറ്റർ. ഇവിടെ സ്മോളർ വാല്യൂ വരുത്തണമെങ്കിൽ സ്മോളർ ഓഫ് ദിസ് ഇൻ ന്യൂമറേറ്റർ, ഇതിലെ സ്മോളറിനെ ന്യൂമറേറ്ററിൽ കൊടുക്കണം. 4/5. ഇത് സോൾവ് ചെയ്തെടുത്താൽ ആൻസർ ആയി. 4 into 2 ആൻസർ ഈസ് 8 hours. 8 മണിക്കൂറുകൾ എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ, ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ എടുക്കാം. ഓക്കെ, സപ്പോസ് ഇവിടെ ലാർജ് നമ്പർ ആണ് വരുത്തേണ്ടതെങ്കിൽ നിങ്ങളുടെ കാൽക്കുലേഷൻ വാല്യൂ എബോ ക്വസ്റ്റ്യൻ മാർക്ക് ഹിയർ 10 into, ഇവിടെ ലാർജ് വാല്യൂ വരുത്തണമെങ്കിൽ ലാർജർ ഓഫ് ദം ഇൻ ന്യൂമറേറ്റർ, ലാർജർ, ഇതിലെ ലാർജർ ന്യൂമറേറ്ററിലേക്ക് പോവും, 5/4 ആവും. ഇത് ചെയ്തെടുത്താൽ ലാർജർ ആണ് വരുത്തേണ്ടതെങ്കിൽ ആൻസർ ആവും. ഓക്കെ, അപ്പൊ സ്മോളർ വാല്യൂ വേണമെങ്കിൽ സ്മോളർ ന്യൂമറേറ്റർ, ലാർജ് വാല്യൂ വേണമെങ്കിൽ ലാർജർ ന്യൂമറേറ്റർ. ഓക്കെ, ഇങ്ങനെയാണ് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുന്നത്. ഫൈനൽ ആൻസർ ഈസ് 8 hours. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ആദ്യത്തെ ക്ലാസ്സുകളിൽ തന്നെ പറഞ്ഞ് ഫലിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ നോർമലി ചിന്തിക്കുന്ന കുറെ സ്റ്റുഡൻസ് ചെറിയൊരു മിസ്റ്റേക്ക് ഈ ക്വസ്റ്റ്യനിൽ വരുത്തും. എക്സ്പ്ലെയിൻ ചെയ്യാം. 4 ടാപ്പുകൾ 10 മണിക്കൂറിൽ നിറയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ 5 ടാപ്പുകൾ എത്ര മണിക്കൂറിൽ നിറയ്ക്കും എന്നൊരു ചോദ്യം വരുമ്പോ ഒരുപാട് സ്റ്റുഡൻസ് ചിന്തിക്കുന്ന ഒരു കാര്യം, ഒരു ടാപ്പിന്റെ കണ്ടിട്ട് 5ന്റെ കാണാം, ഒരു ടാപ്പിന്റെ കണ്ടിട്ട് 5 ടാപ്പിന്റെ കാണാം എന്നൊരു ചിന്തയുണ്ട്. അപ്പൊ 4 ടാപ്പിൽ നിന്ന് ഒരു ടാപ്പിന്റെ കാണാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് പറയുക by4 ചെയ്യണമെന്നാണ്. അപ്പൊ ഇവിടെ 10/4 എഴുതണം. 10/4 എഴുതുമ്പോൾ 2.5 എഴുതണം. 2.5 എഴുതും, പക്ഷെ ഈ 2.5 തെറ്റാണ്. അങ്ങനെ ആ 2.5 എഴുതി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ റോങ് ആൻസർ ആയിരിക്കും. മേ ബി ആ റോങ് ആൻസർ നിങ്ങളുടെ ഓപ്ഷനിൽ ഉണ്ടാവും, നിങ്ങൾ നെഗറ്റീവിലേക്ക് പോകും. അതിന്റെ കാര്യം നോക്കൂ, 4 ടാപ്പുകൾ 10 മണിക്കൂറിൽ നിറയ്ക്കുന്നു. അവിടെ നിന്ന് ഒരു ടാപ്പ് എത്ര സമയം കൊണ്ട് ഇതേ ടാങ്ക് നിറയ്ക്കും എന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ 4 ടാപ്പ് 10 മണിക്കൂറിൽ നിറച്ചു. ഇതേ അവസ്ഥ ഒരു ടാപ്പ് വെച്ച് ഈ ടാങ്ക് നിറയ്ക്കാൻ നോക്കിയാൽ ഈ ടാങ്ക് 2.5 മണിക്കൂർ കൊണ്ട് നിറയില്ല. 4 ടാപ്പുകൾ ഉണ്ടായിട്ടാണ് 10 മണിക്കൂറിൽ നിറഞ്ഞത്. അപ്പം ഒരു ടാപ്പ് മാത്രം വർക്ക് ചെയ്താൽ 4/10 അല്ല, 4 into 10, 40 മണിക്കൂറുകൾ കൊണ്ടാണ് ഈ ടാങ്ക് നിറയുക. ആലോചിച്ച് നോക്കിയേ, ഒറ്റ ടാപ്പ് മാത്രം വർക്ക് ചെയ്യാണ്. അപ്പൊ 40 മണിക്കൂർ എടുക്കും ഈ ടാങ്ക് നിറയാൻ. അപ്പൊ ഇവിടെ by4 അല്ല ചെയ്യേണ്ടത്, into 4 ആണ് ചെയ്യേണ്ടത്. 40 മണിക്കൂറാണ് ഇവിടെ എഴുതേണ്ടത്. പക്ഷെ നമ്മൾ by4 എഴുതാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ട്. അതാണ് നമ്മൾ മാറ്റേണ്ടത്. ഇനി ഒരു ടാപ്പിന്റേതിൽ നിന്ന് 5 ടാപ്പിന്റേതിലേക്ക് പോകാൻ into 5 ചെയ്യണം എന്നാണ് നമ്മൾ നോർമലി ചെയ്യുക. പക്ഷെ into 5 അല്ല ഇവിടെ ചെയ്യേണ്ടി വരിക. ഒരു ടാപ്പിന് പകരം ഇവിടെ 5 ടാപ്പുകൾ വർക്ക് ചെയ്യുന്നു. അപ്പം into 5 അല്ല, divided by 5 ആണ് ചെയ്യേണ്ടി വരിക.
40/5 8 hours എന്നതാണ് ആൻസർ. പിടികിട്ടിയോ? അപ്പൊ നമ്മൾ ഈ ഒരെണ്ണത്തിന്റെ കണ്ട് ആൻസർ എടുക്കാമെന്ന് നോക്കുന്ന കൂട്ടുകാർക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനാണ് നമ്മൾ ഈ ചെയിൻ റൂള് പറയുന്നത്. അപ്പൊ നമ്മൾ ബൈ 4 ചെയ്യണം, ഇൻറ്റു 4 ചെയ്യണം എന്ന് ചിന്തിക്കുന്നിടത്ത് ബൈ 4ഉം, തിരിച്ച് എങ്ങനെയാണെങ്കിലും ഡിവൈഡ് ചെയ്യണം എന്ന് ചിന്തിക്കുന്നിടത്ത് മൾട്ടിപ്ലിക്കേഷനും, മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് ചിന്തിക്കുന്നിടത്ത് ഡിവിഷനും വരുന്നതിന്റെ കാരണം മാത്തമാറ്റിക്കലി അതിന്റെ റീസൺ, മാത്സിൽ 2 തരം റിലേഷൻസ് ഉണ്ട്. ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ഉണ്ട്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ഉണ്ട്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ ഒരു സൈഡിലെ വാല്യൂ കൂടുമ്പോൾ അപ്പുറത്തെ സൈഡിലെ വാല്യൂവും കൂടും, അല്ലെങ്കിൽ ഒരു സൈഡിലെ വാല്യൂ കുറഞ്ഞാൽ അപ്പുറത്തും അതുപോലെ കുറയും. ഇതാണ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ, നമുക്കറിയാവുന്നതാണ്. ഇനി ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്താണ് ചോദിച്ചാൽ ഒരു സൈഡിലെ വാല്യൂ കൂടുമ്പോൾ അപ്പുറത്തെ സൈഡിലെ വാല്യൂ കുറഞ്ഞു വരും. ഇതാണ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആകുമ്പോഴാണ് നമ്മൾ ഈ നോർമലി ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് ഓപ്പോസിറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത്. ഇവിടെ ബൈ 4 ആണ് നോർമലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷെ ഇൻറ്റു 4 ചെയ്യേണ്ടി വന്നു. കാര്യം അതൊരു ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആയതുകൊണ്ടാണ്. ഇനി ഇത് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണോ അല്ലയോ എന്ന് ചിന്തിക്കാം. ഇവിടെ ടാപ്സുകളുടെ എണ്ണവും അവേഴ്സും ആണ് ഡേറ്റ. ടാപ്സുകളുടെ എണ്ണവും ടാങ്ക് നിറയാൻ എടുക്കുന്ന സമയവും ആണ് ഡേറ്റ. ഓക്കെ, അപ്പൊ ഒരു സൈഡിലെ വാല്യൂവിന് ഒരു ചേഞ്ച് ഞാൻ വരുത്തി നോക്കുന്നു. ഇഫ് നമ്പർ ഓഫ് ടാപ്സ് ആർ ഇൻക്രീസിങ്, ടാപ്പുകളുടെ എണ്ണം കൂടുന്നു. ഈ ക്വസ്റ്റ്യൻ കണ്ടീഷനിൽ ടാപ്പുകളുടെ എണ്ണം കൂടിക്കൂടി വന്നാൽ ടാങ്ക് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ത് സംഭവിക്കും? കൂടുതൽ ടാപ്പ് വർക്ക് ചെയ്താൽ ടാങ്ക് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന ടൈം കുറയും, അവേഴ്സ് കുറയും. അപ്പൊ അതേ നോക്കൂ, ഒരു സൈഡിലെ വാല്യൂ കൂടിയപ്പോൾ അപ്പുറത്തെ സൈഡിലെ വാല്യൂ കുറഞ്ഞു. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ റിലേറ്റഡാ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മാറ്റം വരുന്നത്. പിടികിട്ടിയോ? ഓക്കെ, എനിവേ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിലും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിലും നമുക്ക് ചെയിൻ റൂളിൽ അറ്റൻഡ് ചെയ്യാം. കാര്യം പിടികിട്ടില്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ചെയിൻ റൂൾ ലോജിക്ക്. അപ്പൊ ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തുന്ന കൂട്ടുകാര് മാറി ചിന്തിക്കണം എന്നുള്ളതിനാണ് നമ്മൾ ഈ കാര്യം തന്നെ നമ്മൾ ആദ്യമേ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി പല പല ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ഓക്കെ, ഇത് ടൈം, ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡ്. ടൈം, ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡ് എന്ന് നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. ആ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്, ടൈം, ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡ്. ഓക്കെ, ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. എ കാർ കവേർഡ് എ സർട്ടൻ ഡിസ്റ്റൻസ് ഇൻ 4 hours with a speed of 60 km/h. Okay, find the time taken by the car to cover the same distance with a speed of 80 km/h. Okay, അപ്പൊ ഒരു കാറ് 4 മണിക്കൂർ കൊണ്ട് ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു. എപ്പോ? കാറിന്റെ സ്പീഡ് 60 km/h ആകുമ്പോ. അപ്പോ നമുക്ക് 2 ഡേറ്റാസിനെ അങ്ങ് സോർട്ട് ചെയ്യാം. സ്പീഡ്, വണ്ടിയുടെ സ്പീഡും ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുക്കുന്ന ടൈമും ആണ് ഡേറ്റ അല്ലെ? അപ്പോ 60 km/h സ്പീഡ് ഉള്ളപ്പോ ഞാൻ ഒരു സമയം 4 മണിക്കൂറിൽ കവർ ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ചെയിൻ, കംപ്ലീറ്റ് ചെയിൻ എഴുതി. സ്പീഡ് ചോദിക്കുന്നു, ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ ദ കാർ ടു കവർ ദ സെയിം ഡിസ്റ്റൻസ്. ഇതേ ദൂരം വിത്ത് എ സ്പീഡ് ഓഫ് 80 km/h. ഇതേ ദൂരം 80 km/h പോയാൽ എത്ര ടൈം കൊണ്ട് കവർ ചെയ്യും എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ചാപ്റ്റർ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആയി. ലോജിക് റിമെയിൻ സെയിം. ലോജിക്കലി അപ്രോച്ച് ചെയ്യുന്നു, ചെയിൻ റൂൾ ചെയ്യുന്നു. റൂൾ അപ്ലൈ ചെയ്യാം. വാല്യൂ അബോവ് ക്വസ്റ്റ്യൻ മാർക്ക്. ക്വസ്റ്റ്യൻ മാർക്കിന്റെ നേരെ മുകളിൽ വന്ന നമ്പർ 4 into പിന്നീട് എന്താ നമ്മുടെ ജോലി? ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ പ്ലേസിൽ അതിന് മുകളിലുള്ള നമ്പറിനേക്കാളും
വലിയ നമ്പർ വരുമോ ചെറിയ നമ്പർ വരുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. ശരിയല്ലേ? അപ്പോ ആലോചിച്ച് നോക്കൂ, 60 km/h സ്പീഡിൽ ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോ ഒരു സ്ഥലത്ത് 4 മണിക്കൂർ കൊണ്ട് എത്തുന്നു. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ഞാൻ എന്റെ വണ്ടിയുടെ സ്പീഡ് കൂട്ടുന്നു, 80 km/h സ്പീഡിൽ പോകുന്നു. അപ്പം ഈ സ്ഥലത്ത് എനിക്ക് വേഗത്തിൽ എത്താൻ കഴിയും. മീൻസ് 4 മണിക്കൂർ വേണ്ട എനിക്ക് അതേ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ. അപ്പൊ ഇവിടെ ഒരു സ്മോളർ നമ്പർ അല്ലേ വരിക? അപ്പൊ ഇവിടെ ഒരു സ്മോളർ വാല്യൂ വരുത്തണം എനിക്ക്. സ്മോളർ വരുത്തണമെങ്കിൽ സ്മോളർ ഓഫ് ദ മിൻ ന്യൂമറേറ്റർ, ഇതിലെ സ്മോളർ ന്യൂമറേറ്ററിൽ കൊടുക്കണം. ഇതിലെ സ്മോളർ ആരാ? 60/80. 0 0 കട്ട് ചെയ്യുന്നു, 4ഉം 8ഉം കട്ട് ചെയ്യുന്നു, ഇവിടെ 2 വരും. 2ഉം 6ഉം കട്ട് ചെയ്യുന്നു, ഇവിടെ ഒരു 3 വരും. ആൻഡ് അവർ ആൻസർ ഈസ് 3 hours. 3 മണിക്കൂറുകൾ കൊണ്ട് ഇതേ ദൂരം കവർ ചെയ്യപ്പെടും എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ആൻസർ 3 ആണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ ടൈം, ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡ് ചാപ്റ്ററിലേക്ക് എത്തുമ്പോ ആ ചാപ്റ്ററിൻ്റെതായ രീതിയിൽ നമ്മൾ സോൾവ് ചെയ്യും. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നൊരു ഫോർമുലയുണ്ട്. ആ ഫോർമുലയിൽ നിന്ന് നമ്മൾ ഡിസ്റ്റൻസ്, ട്രാവൽ ചെയ്യപ്പെടേണ്ട ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. ആ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് ആ ഡിസ്റ്റൻസ് ഈ 80 സ്പീഡിൽ പോകുമ്പോൾ എത്ര ടൈം എടുക്കും എന്ന് കണ്ടുപിടിക്കും. അപ്പൊ നമ്മള് ടൈം, ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡിന്റെ ഫോർമുല പോലും അറിയാതെ ലോജിക്കലി ഈ ക്വസ്റ്റ്യനുകൾ അപ്രോച്ച് ചെയ്യുന്നു, ഈ ക്വസ്റ്റ്യനുകൾ ആൻസർ ചെയ്യുന്നു. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് ചിന്തിക്കാം. ഈ ക്വസ്റ്റ്യൻ റിലേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണോ എന്ന് ചിന്തിക്കാം. അപ്പം ഈ ക്വസ്റ്റ്യനിലെ ഡേറ്റ വണ്ടിയുടെ സ്പീഡും ഒരേ ദൂരം ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈമുമാണ് അല്ലെ? അപ്പം ഒരു സൈഡിൽ ഒരു ചേഞ്ച് വരുത്തുമ്പോൾ അപ്പുറത്തെ സൈഡിൽ എന്ത് ചേഞ്ച് വരുന്നു എന്ന് നോക്കിയിട്ട് ഡയറക്ട്ലി ആണോ ഇൻവേഴ്സ്ലി ആണോ റിലേഷൻ എന്ന് പറയാം. അപ്പൊ ഒരു സൈഡിൽ ഒരു ചേഞ്ച് വരുത്തുന്നു, വണ്ടിയുടെ സ്പീഡ് കൂടുന്നു. വണ്ടിയുടെ സ്പീഡ് കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് ഒരേ ദൂരം ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ത് സംഭവിക്കും? കുറയും. കൂടുതൽ സ്പീഡിൽ പോയാൽ എനിക്ക് കുറഞ്ഞ സമയം കൊണ്ട് അവിടെ എത്താൻ പറ്റും. അപ്പൊ സ്പീഡ് കൂടുമ്പോൾ ടൈം കുറയുന്നു. എങ്ങനെ റിലേറ്റഡാ? ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പം ഇവിടെയും ഒരെണ്ണത്തിന്റെ കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ 1 മണിക്കൂറിന്റെ കണ്ടുപിടിച്ചിട്ട് ചെയ്യുന്ന കൂട്ടുകാർക്ക് ഒരു മിസ്റ്റേക്ക് പറ്റാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ക്വസ്റ്റ്യനുകൾ നിങ്ങൾ ആ ഒരെണ്ണത്തിന്റെ കണ്ടുപിടിച്ച് ചെയ്താലും നിങ്ങൾ ആൻസറിലേക്ക് എത്തും. നോർമൽ ലോജിക് അങ്ങ് ചെയ്ത് പോവാം. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ ആണ്. ചെയിൻ റൂളിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാര്യം. കിട്ടിയോ? ഓക്കെ അല്ലേ? ഇനി നമ്മള് ചെയിൻ റൂളിന്റെ കുറച്ചൊരു അഡ്വാൻസ്ഡ് കാര്യങ്ങൾ പറയാണ്. ഇപ്പൊ നമ്മള് 2 സെറ്റ് ഡേറ്റാസിന്റെ ചെയിൻ റൂളാണ് ചെയ്യുന്നത്. 2 സെറ്റ് ഡേറ്റാസിന്റെ ചെയിൻ റൂൾ. ഓക്കെ, 2ൽ കൂടുതൽ സെറ്റ് ഓഫ് ഡേറ്റാസ് വന്നാൽ ഇതേ കാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ചെയ്തു വരുന്ന പാറ്റേൺ എന്താ? 8 ആൾക്കാര് 45 ടോയ്സ് ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ 12 ആൾക്കാർ എത്ര ടോയ്സ് ഉണ്ടാക്കും അല്ലേ? ഇത് ചെയിൻ റൂൾ ആണ്. നമുക്ക് കാണുമ്പോഴേ റൂൾ അപ്ലൈ ചെയ്ത് ആൻസർ എടുക്കാം. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? 8 ആൾക്കാര് 3 ദിവസം കൊണ്ട് 45 ടോയ്സ് ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ 12 ആൾക്കാര് 7 ദിവസം കൊണ്ട് എത്ര ടോയ്സ് ഉണ്ടാക്കും എന്നതാണ് ചോദ്യം. കാര്യം പിടികിട്ടിയില്ലേ? രസകരമല്ലേ? അപ്പൊ 3 സെറ്റ് ഓഫ് ഡേറ്റാസ് വരുന്നു. അപ്പൊ 3 സെറ്റ് ഓഫ് ഡേറ്റാസിന്റെ ചെയിൻ റൂൾ ലോജിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. ഇഫ് ദ വേജസ് ഓഫ് 6 men for 15 days be ₹2100. 6 ആൾക്കാർക്ക് 15 ദിവസത്തേക്ക് 2100 രൂപ വേജ് കൊടുക്കണം. ഓക്കെ, then find the wages of 9 men for 12 days. അങ്ങനെയെങ്കിൽ
9 ജോലിക്കാർക്ക് 12 ദിവസത്തേക്ക് കൊടുക്കേണ്ട വേജ് എത്ര എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇവിടെ 3 സെറ്റ് ഡേറ്റാസ് വരുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ നമ്മുടെ ജോലി ഡേറ്റാസിനെ സോർട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ ഈ 6 എന്താ? നമ്പർ ഓഫ് മെൻ 6. അടുത്ത ഈ 15 എന്താ? ഡേയ്സ് 15. ഇനി അവർക്ക് കിട്ടുന്ന കൂലിയാണ്, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന വേജ് ആണ് 2100. ഓക്കെ, ഇതൊരു കംപ്ലീറ്റ് ചെയിൻ ആണ്. ഓക്കെ, സെക്കൻഡ് കണ്ടീഷനില് 9 men 12 days എടുക്കുന്നു. അതിന് കിട്ടുന്ന വേജ് എത്ര എന്നതാണ് ചോദ്യം, അല്ലെ? അപ്പൊ 3 സെറ്റ് ഡേറ്റാസ് വരുമ്പോ ഈ ക്വസ്റ്റ്യനുകളെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം? നമുക്ക് ഓൾറെഡി 2 സെറ്റ് ഡേറ്റാസിന്റെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാൻ അറിയാം. നമുക്കറിയാവുന്ന കാര്യം ഇവിടെ 2 തവണ ചെയ്യണം എന്നേ ഉള്ളൂ. 2 times ചെയ്യണം. ഓക്കെ, അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഈ 2 സെക്ഷൻ ചിന്തിക്കുക. ഏതെങ്കിലും 2 സെക്ഷൻ, ഡേയ്സ് ആൻഡ് വേജസ്, ഇത് ചിന്തിക്കുക. ഇവിടെ ഒരു ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഈ ഒരു ഡേറ്റ അങ്ങ് മറന്നേക്കുക, ഇങ്ങനെ ഒരു ഡേറ്റ ഇവിടെ ഇല്ല. അപ്പൊ ഡേയ്സും വേജസും തമ്മിൽ നിങ്ങൾ ചെയിൻ റൂൾ ഇടാൻ പോവാണ്. ഓക്കെ, അപ്പൊ വാല്യൂ അബോവ് ക്വസ്റ്റ്യൻ മാർക്ക് 2100 ഇൻറ്റു, അപ്പൊ നോക്കിക്കേ, 15 ദിവസത്തേക്ക് 2100 വേജ് എങ്കിൽ 12 ദിവസത്തേക്ക് കിട്ടുന്ന വേജ് ഇവിടെ ലാർജ് വരുമോ സ്മോൾ വരുമോ എന്ന് ചിന്തിക്കണം. 2100-നേക്കാളും വലുതാണോ ചെറുതാണോ വരിക എന്ന് ചിന്തിക്കണം. 15 ദിവസത്തേക്ക് 2100 രൂപ കൂലിയായി കിട്ടിയെങ്കിൽ 12 ദിവസത്തേക്ക് കിട്ടുന്ന കൂലി അതിലും കുറവായിരിക്കും, സ്മോൾ അല്ലെ? ഇപ്പൊ സ്മോളർ വരുമെങ്കിൽ സ്മോളർ ഓഫ് ദം ഇൻ ന്യൂമറേറ്റർ, ഇതിലെ സ്മോളർ ന്യൂമറേറ്ററിലേക്ക് പോകും. ആരാ? 12/50. ഒരു ചെയിൻ കഴിഞ്ഞു. ചെയ്യേണ്ടത് നിങ്ങൾ വീണ്ടും ഒരു ഇൻറ്റു ഇടുക. ഇപ്പൊ നമ്മൾ ഡേയ്സിനെ ക്വസ്റ്റ്യൻ മാർക്കുമായിട്ട് കമ്പയർ ചെയ്തു. ഇനി നിങ്ങൾ ഈ മെന്നിനെ ക്വസ്റ്റ്യൻ മാർക്കുമായിട്ട് കമ്പയർ ചെയ്യണം. അപ്പൊ നിങ്ങൾ അടുത്ത ചെയിൻ ഈ മെന്നും വേജസും ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഈ ഡേയ്സ് എന്ന ഡേറ്റ അങ്ങ് മറക്കണം. ഓക്കെ, ഇപ്പം ആരൊക്കെയാ ചെയിൻ റൂൾ? മെന്നും വേജസും ആയിട്ടാണ് ചെയിൻ റൂൾ. ഓക്കെ അല്ലേ? അപ്പൊ വാല്യൂ അബോ ക്വസ്റ്റ്യൻ മാർക്ക് ഒരു തവണ ഇട്ടാൽ മതി, അത് ഇട്ട് കഴിഞ്ഞു. ഇനി ഇവിടെ ഒരു കമ്പാരിസൺ നടത്തണം. ആരൊക്കെ? മെന്നും വേജസും ആയിട്ടൊരു കമ്പാരിസൺ നടത്തണം. അതിന് കിട്ടുന്ന ഫ്രാക്ഷൻ ഇൻറ്റു ചെയ്യുക മാത്രം നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ വാല്യൂ അബോ ക്വസ്റ്റ്യൻ മാർക്ക് 2100 ഒരു തവണ ഇട്ടാൽ മതി, അത് ഇട്ടു. ഇനി ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ പ്ലേസിൽ 2100-നേക്കാളും വലുത് വരുമോ ചെറുത് വരുമോ എന്ന് ആലോചിക്കണം. ഓക്കെ, അപ്പൊ ആലോചിച്ച് നോക്കിക്കേ, 6 മെന്നിന് 6 ആൾക്കാർക്ക് 2100 വേജ് കിട്ടുന്നെങ്കിൽ 9 ആൾക്കാർക്ക് കിട്ടുന്ന വേജ് 2100-നേക്കാളും ലാർജ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഒരു ലാർജർ നമ്പർ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പൊ ലാർജർ ഓഫ് ദം ഇൻ ന്യൂമറേറ്റർ, ഇതിലെ ലാർജർ ആരാ? 9/6. ഇത് സോൾവ് ചെയ്തെടുത്താൽ നമ്മളുടെ ആൻസർ ആയി. പിടികിട്ടിയോ? ഇനി സപ്പോസ് ഇവിടെ ഒരു ഡേറ്റയും കൂടെ ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ, ഇവർ ജോലി ചെയ്തത് എത്ര മണിക്കൂറാണ്, ഡെയിലി എത്ര മണിക്കൂർ, അവേഴ്സ് പെർ ഡേ കൂടി ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ. 6 ആൾക്കാര് ഡെയിലി 2 മണിക്കൂർ വെച്ച് ജോലി ചെയ്യുന്നു, അവേഴ്സ് പെർ ഡേ കൂടി ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ. ആദ്യത്തെ സെറ്റിലെ ആൾക്കാർ ഡെയിലി 2 മണിക്കൂറും രണ്ടാമത്തെ സെറ്റിലെ ആൾക്കാർ ഡെയിലി 8 മണിക്കൂറും ജോലി ചെയ്തു എന്നിരിക്കട്ടെ. അപ്പൊ വേജസ് കൊടുക്കുമ്പോ ഡെയിലി എത്ര മണിക്കൂർ പണിയെടുത്തു എന്നുള്ള കാര്യം കൂടെ പരിഗണിക്കണം. ചെയിൻ റൂളിൽ പരിഗണിക്കാൻ അത് വേജസുമായിട്ട് കമ്പയർ ചെയ്യുക. ഇതിന് ഡെവലപ്പ് ആവുന്ന ഫ്രാക്ഷൻ 2/8 ആണോ 8/2 ആണോ എന്ന് കണ്ടുപിടിക്കണം. ആ റിസൾട്ട് ഇവിടെ ഇൻറ്റു ചെയ്താൽ ഈ കാര്യം അവേഴ്സ് പെർ ഡേയുടെ എഫക്റ്റ് കൂടി വേജസിലായി. ഇനി ഇവിടെ ഒരു ഡേറ്റ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ 2 ഫ്രാക്ഷനുകളെ കമ്പയർ ചെയ്ത് ഫ്രാക്ഷൻ ഡെവലപ്പ് ചെയ്യണം. അത് ഈ റിസൾട്ടിൽ ഇൻറ്റു ചെയ്താൽ അതുകൂടി ഇതിനകത്തേക്ക് കയറി. ക്ലിയർ ആണോ? അങ്ങനെ എത്ര സെറ്റ് ഓഫ് ഡേറ്റാസ് ഉണ്ടെങ്കിലും നമുക്ക് ഈ കാര്യം അപ്ലൈ ചെയ്ത് പോകാം. അതാണ് ഇതിനെ ചെയിൻ റൂൾ എന്ന് വിളിക്കുന്നത്.
ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ചേക്കാം. 6, 12, 6 വെച്ച് കട്ട് ചെയ്യുന്ന ഇവിടെ 2 വരും. 9ഉം 15ഉം ഞാൻ 3 വെച്ച് കട്ട് ചെയ്യുന്നു, ഇവിടെ 3, ഇവിടെ ഒരു 5 വരും. ഓക്കെ, 5ഉം 2100ഉം കട്ട് ചെയ്യുന്നു, ഇവിടെ 4, 2, 0. 420 into 6 അല്ലെ, 420 into 6 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2520 രൂപ എന്ന് കിട്ടും. ഓക്കെ, അപ്പം 9 മെന്നിന് 9 ആൾക്കാർക്ക് 12 ദിവസത്തേക്ക് കൊടുക്കേണ്ട കൂലിയാണ് 2520. ഓക്കെ, ഇത് നമുക്ക് പഠിക്കാനുള്ള ടൈം ആൻഡ് വർക്ക് എന്ന സെക്ഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിലെ വേജസ് എന്ന് പറയുന്ന ഒരു ചെറിയ ഏരിയയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ടൈം ആൻഡ് വർക്ക് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ M1D1 ഈക്വൽ ടു M2D2 എന്നൊക്കെ പറഞ്ഞ് ഫോർമുല പഠിച്ച് ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ അവിടെയും സോൾവ് ചെയ്യും. പക്ഷെ സ്റ്റാർട്ടിംഗ് ക്ലാസ്സിൽ നമുക്ക് ഇങ്ങനെ ഒരു ലോജിക്ക് ഡെവലപ്പായി എടുക്കണം. കാര്യം നമ്മൾ ടൈം ബൗണ്ടഡ് എക്സാം ആണ് എഴുതുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം. അപ്പം ഈ ഒരു സെക്ഷനിൽ നിന്നുകൊണ്ട് SSC CGL-ന് ചോദിക്കപ്പെട്ട ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണിത്. ഇത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ആൻസർ കമന്റ് ചെയ്യുക. ഇത് 4 സെറ്റ് ഡേറ്റ വരുന്ന ഒരു ചെയിൻ റൂൾ ആണ്. ഇപ്പോ എത്ര സെറ്റ് ഡേറ്റ വന്നാലും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. 4 സെറ്റിന്റെ ഒരു ചെയിൻ റൂൾ ആണ്. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്തായാലും കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി സെക്ഷനുമായിട്ട് കാണാം. താങ്ക് യു ഓൾ.